ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, ഒരിക്കൽ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവായ VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്നാണ് ഈ ഗണേഷ് കുമാർ വിശേഷിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ഇടതുമുന്നണിയിലേക്ക് വരേണ്ടിയൊക്കെ വന്നപ്പോൾ അദ്ദേഹം അത് പിന്നീട് ക്ഷമ പറയുകയും ഒക്കെ ചെയ്തതാണ്. അതേ ഗണേഷ് കുമാറാണ് ഇപ്പോൾ ഇത്തരമൊരു വിവാദത്തിൽ പെട്ടു നിൽക്കുന്നത്. കിരൺ ബാബു, ഞാൻ ഇതിനു മുമ്പ് ഇയാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 140 MLA കൊടുത്തത് ഏറ്റവും മോശപ്പെട്ട ആളാണ്. നിങ്ങൾ നോക്ക്, നിങ്ങളൊക്കെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റുന്ന പോലീസുകാരൻ ഇവന്റെ കാമം തീർക്കാൻ വേണ്ടി കാവൽ നിൽക്കുക. ഇവന്റെ വീടിന്റെ പുറത്ത് പകല് ഇവനെയൊക്കെയാണ് നിങ്ങൾ സാറേ എന്ന് വിളിക്കുന്നത്. ഇത്തരം വൃത്തിയായിട്ട് ആഭാസന്മാരാ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വോട്ടർമാർ ഇനിയെങ്കിലും തീരുമാനിക്കുന്നത്. ഇത്തരം വിഷവ്യക്തികളാ ഇവരൊക്കെ. ആ കീഴൂട്ട് രാമനാർ കുറെ പണം ഉണ്ടാക്കി അവരുടെ അപ്പനും മോനും കൂടി ഈ നാട്ടിൽ കുറെ കാലമായി ഈ നാട്ടിൽ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഇയാൾ നോക്കി, ഇയാളിങ്ങനെ പറഞ്ഞ ആര് ജവഹർലാൽ നെഹ്റുവോട്, ഗാന്ധിജിയോട്, പിന്നെ പുറത്ത് കുന്നത്തിലോട് ഈ യോഗ്യനാണ്. അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞ് നെഹ്റുവിനെയൊക്കെയാണ് തന്റെ ഒരു ശ്രേണിയിലേക്ക് ഇയാളുടെ എത്ര ആരോപണങ്ങളാണ് കേൾക്കുമ്പോൾ ആ ശ്രീവിദ്യയായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ വീട്ടില് പിന്നെ സോളാർ ആ പെണ്ണുങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളിൽ നിന്ന് മാറ്റമായിട്ടുണ്ടായിരുന്നു. ഇത്തരം വൃത്തിയായിട്ട് ആവാസം ഇയാളൊക്കെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ വർഷത്തോട് പറയാനുള്ളത് ഇത്തരം വൃത്തിയായിട്ട് ഞരമ്പ് രോഗികളാ. ഞാൻ പറഞ്ഞത് പെണ്ണുകൂടി മോശം എന്നല്ല പറയുന്നത്. പെണ്ണുപിടിക്കാൻ പോയിക്കോട്ടെ, പക്ഷെ പൊതുപോട്ടം നടത്തിക്കൊണ്ട് പെണ്ണുപിടിക്കാൻ പാടില്ല. നമ്മളെ പൊതു ചെലവില് നിങ്ങൾ ഈ പൈസ എടുത്ത് ചെലവായിക്കൊണ്ട് പോലീസുകാരെ കാവലേക്ക് ഈ വൃത്തിയായിട്ട് പോലീസുകാരെ തിരിച്ചുകൊണ്ടുപോകാൻ പറയാനല്ലേ കിരൺ ബാബു. സമയം പറയാതെ ഇതിനെ പോലെ വർക്ക് നടക്കുന്നത് ഭയങ്കര വശമുണ്ട്. ഓക്കെ, ശരി, താങ്കളുടെ വാക്കുകൾ ശരിയാണ്. അദ്ദേഹം പറയുന്നത് ഈ പൊതു ചെലവിൽ കൂടിയാണ് ഇത് നടന്ന സ്ഥലം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ നമ്മുടെ ഖജനാവിൻ്റെ പണമെടുത്ത, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീടാണിത്. പക്ഷേ അവിടെ ഓഫീസിൻ്റെ സ്റ്റാഫും എല്ലാം ഉണ്ട്. അവരെല്ലാം ഈ പണം വാങ്ങുന്നവർ തന്നെയാണ്. ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഉമേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ സ്ത്രീ സുരക്ഷയുടെ പേരും പറഞ്ഞ് അധികാരത്തിലേറിയ ഒരു സർക്കാരിന്റെ അങ്ങേയറ്റം അപമാനകരമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇന്നലെ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു മന്ത്രിയുടെ ഭാര്യ പോലീസിനെ വിളിച്ചിട്ട് ആ പോലീസ്, പിങ്ക് പോലീസ് ഉൾപ്പെടെ അവിടെ വന്നിട്ട് പോലും യാതൊരുവിധ നടപടിയും, അതായത് പോലീസ് ആ സ്ത്രീയെ രക്ഷിക്കുവാനുള്ള യാതൊരുവിധ നടപടിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഗണേഷ് കുമാർ എന്തൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ഇപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ VS അച്യുതാനന്ദൻ അടക്കം എന്തൊക്കെ പറഞ്ഞ ആളായാലും നാണുണ്ട് അയാൾക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിരിക്കാൻ. അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ അയാൾക്കും നാണില്ല, ഈ ഇന്നത്തെ സർക്കാർ നാണില്ല എന്നാ പറയുന്നത്. അയാൾ എന്തൊക്കെയാ പറയുന്നത്? 5000 പ്രണയത്തില്ല. അയാൾ പ്രണയിച്ചോട്ടെ, അയാൾ പ്രണയിക്കോ, അതിനപ്പുറം എന്തെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ അത് ഈ സർക്കാരിന് ഒരു ജനപ്രതിനിധിയായിട്ട് നിന്നിട്ട് വേണ്ട. അത് അങ്ങേയറ്റം കേരളത്തിന് അപമാനകരമാണ്. അപമാനകരമാണെന്ന് പറഞ്ഞാൽ അപമാനകരമാണ്, അങ്ങേയറ്റം അപമാനകരമാണ്. അതേപോലെ ഇപ്പൊ ആരൊക്കെ പറയുന്നുണ്ട് ഇത് ഇതെല്ലാം കൂടി വന്ന് മാധ്യമം സൃഷ്ടിച്ച പോലെ, മാധ്യമം സൃഷ്ടിയെന്ന് പറയാൻ തുരിയുന്ന ചില വ്യക്തികളെ പോലും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരാൾ പറയാം ഇത് ഇത് വെറുതെ എന്തോ ഒന്നുമില്ലാത്ത സംഭവം, അവിടെ എന്തോ കണ്ടു എന്നല്ലേ പറയുന്നത്. ഇവർക്കൊക്കെ പച്ചയായിട്ട് ഇതൊക്കെ ചിത്രമെല്ലാം കാണിച്ചു കൊടുത്ത് ഇതിന്റെ വീഡിയോ ക്ലിപ്പിട്ടും കാണിച്ചു കൊടുത്താലേ വിശ്വസിക്കുന്നെല്ലാം പറഞ്ഞാല് എന്താ ഇവരെ കൊണ്ടൊക്കെ പറയണ്ടേ? അങ്ങേയറ്റം ലജ്ജാകരം, നാണക്ക്. ശരി, ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്ന് പ്രതികരിച്ചത്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, കേരളത്തിലെ ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദം ഇന്നലെ മുതൽ വലിയ ചർച്ചയായി നിൽക്കുകയാണ്. ഇന്നെന്തായാലും അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം പോകുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു എന്നുള്ളത് പരസ്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രതികരിച്ചു. അപ്പോഴും അവർ പറയുന്നത് താൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോടുള്ള കടുത്ത സ്നേഹം കൊണ്ട് ഞാനത് ക്ഷമിക്കുന്നു, ഇനി പരാതിയുമായി പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ പ്രവൃത്തി സർക്കാരിനെ എങ്ങനെയാണ് ബാധിക്കുക? അത് അവരുടെ കുടുംബകാര്യം, അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിൽ ഇടപെടാൻ. അല്ല, പിന്നെ സ്ത്രീ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവര് വേറൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പിന്നെ മന്ത്രിയുടെ ഗൺമാന്മാരെ 3 പേരെ ഈ സ്ത്രീയെ വെച്ച് അവര് പിന്നെ ഫോണെല്ലാം പിന്നെ ചേച്ചി പിടിച്ച് കയ്യിൽ വെച്ചേക്കാണ്. അതെന്താണെന്നുള്ള ആ പിന്നെ ഫോൺ കോൾ വെച്ചിട്ടാണ് ഇപ്പൊ ഈ സ്ത്രീയെ കൊണ്ട് വരട്ടി ഈ കാല് മാറിയേക്കണമെന്നാണ് പൊതുവെ ഞങ്ങളൊക്കെ അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം,
ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ തീവ്രത നോക്കി പിന്നെ അളന്നാണ് അവർ ഇതിന് തീരുമാനം എടുക്കുന്നത്. ഈ പാർട്ടിക്ക് ഇതുപോലെ ഒരു നാണം കെട്ട ഒരു വൃത്തികെട്ട, അതായത് ഞാൻ പറയുന്ന പിണറായി വിജയൻ കഴിഞ്ഞ പിന്നെ ടേണിൽ പറഞ്ഞ, അതിന് മുമ്പുള്ള ടേണിൽ പറഞ്ഞാണ്, കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത് പറഞ്ഞാണ്, ഇത്രയും വൃത്തികെട്ടവനെ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പിന്നെ ഈ നാട് മുഴുവൻ മയക്ക് കെട്ടി വെച്ച് പറഞ്ഞ ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. ഇപ്പൊ അങ്ങേർക്ക് നാണക്കേടെന്ന് തോന്നലില്ലേ ഈ മനുഷ്യന്? എന്ത് ഗതികേടാണ് ഈ വ്യക്തിയെ വെച്ചും കൊണ്ട് ഇത് പിന്നെ കോൺഗ്രസ്സുകാർക്ക് എടുത്തിട്ട് നിരങ്ങാനുള്ള ഒരു അവസരമല്ലേ ഉണ്ടായി കൊടുത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നാട് നീളെ നടന്ന് ഈ പിന്നെ ഇന്നലെ വരെ ഈ പിന്നെ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇതുപോലുള്ള ഒരു പിന്നെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അടിയിലായില്ലേ? അതെല്ലാം അന്തസ്സായിട്ട് ഈ പുല്ലിനടുത്ത് ദൂരെ കളഞ്ഞിരുന്നെങ്കിൽ നെളിഞ്ഞു നിന്ന് പറയായിരുന്നു, ഞങ്ങളെ മുമ്പ് ഇങ്ങനെ ഒരു അപവാദം വന്നു, ഞങ്ങൾ ആ സെക്കൻഡിൽ നടപടി എടുത്തു എന്ന് പറയായിരുന്നു. ഇവർക്ക് മാത്രം എന്തോ മറ്റേ അളക്കുന്ന യന്ത്രം കൊണ്ട് നടക്കുന്നത്, മറ്റുള്ളവർക്കൊന്നും അത് ബാധകമല്ലേ? നിങ്ങൾ ആലോചിച്ചേ. മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഈ ഗണേശ് സർക്കാരിനുണ്ടാക്കിയ ഇപ്പോഴത്തെ ബാധ്യത അത് ഈ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് ബാധ്യതയായി മാറുമോ? അയ്യയ്യേ, നാണക്കേട് എന്നല്ലാതെ ഇതിനെന്താണ് പറയുക? കേരളമേ ലജ്ജിച്ചു തല താഴ്ത്തുക. ഈ ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് 5000 പ്രണയങ്ങൾ, പത്തനാപുരത്തുകാരനാണെന്നാണ് അല്ലേ? പത്തനാപുരത്തുകാരനല്ലേ ഈ ഗണേഷ് കുമാർ? ഈ പത്തനാപുരത്തെ 5000 പ്രണയങ്ങൾ, ഈ പ്രണയവും കാമവും ഒന്നാണെന്ന് മനസ്സിൽ കൊണ്ട് നടക്കുക. ഇത്രയും ഒരു വൃത്തികെട്ട ഒരു മന്ത്രി. നമ്മളൊന്ന് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, സ്ത്രീ സമൂഹത്തിന് ലജ്ജ തോന്നേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും. ഭാര്യ പറയുന്നത്, ഞങ്ങൾ കിടക്കറ പങ്കെടുക്കുന്ന ആ കിടപ്പറയിൽ ഒരു സ്ത്രീ ആരോടെ കൂടെ? ഭർത്താവിന്റെ കൂടെ. ഒരു സ്ത്രീയും, ലോകത്ത് ഒരു സ്ത്രീയും അംഗീകരിക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ത്രീയും അനുവദിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സംഭവം നടന്നിട്ട് മാപ്പ് പറയാം. ആ മാപ്പ് എന്താണ്? ആ മാപ്പിന്റെ അർത്ഥം? അപ്പൊ ഈ സ്ത്രീ സമൂഹത്തിന് മൊത്തം പരിക്കേൽപ്പിച്ചിട്ടുള്ള, അവർക്കൊക്കെ നാണക്കേടും മാനക്കേടും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഗതി. ഈ സംഗതി ചെയ്ത ഒരു മന്ത്രി ആ മന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയുണ്ടോ? ഗണേഷ് കുമാറാണ് മനസ്സിലാക്കേണ്ടത്. മന്ത്രിസ്ഥാനത്ത് ഒരു നിമിഷം പോലും തുടരാൻ ഗണേഷ് കുമാറിന് ഇതില്ല. അതേപോലെ തന്നെ ഈ ഗണേഷ് കുമാറിനെ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിൽ ആ മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. മുഖ്യമന്ത്രി പറയുന്നത് ഇരയോടൊപ്പം, അവളോടൊപ്പം, സ്ത്രീകളോടൊപ്പം എന്നൊക്കെ നിരന്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണാധികാരിയും അവരുടെ മന്ത്രിസഭയിലെ ഒരു അംഗമാണ് ഇത്രയും വൃത്തികെട്ട ഒരു സംഗതി. ആ മന്ത്രിയെ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ ഇവർക്ക് എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ കഴിയുക?